ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് യുകെയിലെ തന്നെ വാൽസിംഗം എന്ന് പറയുന്ന അതിമനോഹരമായൊരു ഗ്രാമത്തിലേക്കാണ്. ഇംഗ്ലണ്ടിൻ്റെ നസ്രത്ത് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. AD 1061 ലിറ്റിൽ വാൽസിംഗാമിലെ വിധവയായിരുന്ന ലേഡി റിച്ചൽഡിസ് ഡി ഫാവർഷസ് എന്ന വ്യക്തിയായ സ്ത്രീക്ക് മാതാവിന്റെ ദർശനമുണ്ടായി. മാതാവ് റിച്ചൽഡിസിനെ ആത്മീയമായി യേശു ജനിച്ചു വളർന്ന നസ്രത്തിലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അതേ മാതൃകയിൽ ഒരു വിശുദ്ധ ഭവനം വാൽസിംഗമിൽ നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാതാവിന്റെ നിർദ്ദേശപ്രകാരം റിച്ചൽഡിസ് ഇവിടെ ഒരു തടിയിൽ തീർത്ത ചെറിയ വീട് നിർമ്മിച്ചു. ഇത് പിന്നീട് ഹോളി ഹൗസ് എന്ന് പ്രശസ്തമായി അറിയപ്പെടാൻ തുടങ്ങി. കാലക്രമേണ ഈ സ്ഥലത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് പതിനായിരക്കണക്കിന് തീർത്ഥാടകർ ഇവിടേക്ക് ഒഴുകിയെത്തി. 1538 വർഷം പിന്നെ തകർച്ചയുടെ കാലമായിരുന്നു. ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് നവീകരണം നടന്ന കാലത്ത് ഹെൻറി 8 രാജാവ് കത്തോലിക്ക സന്യാസ ആശ്രമങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടു. AD 1538 വാൽസിംഗം ആശ്രമവും അവിടുത്തെ വിശുദ്ധ ഭവനവും പൂർണ്ണമായി തകർക്കപ്പെട്ടു. അവിടുത്തെ മാതാവിന്റെ പ്രശസ്തമായ തടിപ്പാവ ലണ്ടനിലേക്ക് കൊണ്ടുപോയി പരസ്യമായി കത്തിച്ചു കളഞ്ഞു. പിന്നീട് 350 വർഷത്തോളം ഈ സ്ഥലം അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. 1897 ചാൾസ് ബോയ്ഡ് എന്ന സ്ത്രീ ഇവിടുത്തെ പഴയ സ്ലിപ്പർ ചാപ്പൽ വിലയ്ക്ക് വാങ്ങി കത്തോലിക്ക സഭയ്ക്ക് നൽകി. 1897 ഇവിടെ വീണ്ടും തീർത്ഥാടനം ആരംഭിച്ചു. ഈ വിശുദ്ധ ഭവനത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് പള്ളിക്കുള്ളിലെ വീട് എന്നാണിത് പറയുന്നത്. വലിയ ആംഗ്ലിക്കൻ ശ്രൈൻ ചർച്ചിന്റെ ഉള്ളിലേക്ക് കയറിയാൽ മെഴുകുതിരികൾ കത്തുന്ന ഇരുണ്ടതും ശാന്തവുമായ ഒരു ചെറിയ കല്ലറ പോലുള്ള മുറി കാണാം. ഇതാണ് ഹോളി ഹൗസ്. ഇതിന്റെ ഉള്ളിലാണ് അവർ ലേഡി ഓഫ് വാൽസിംഗം, മാതാവിന്റെ വിഖ്യാതമായ ആ തിരുസ്വരൂപവും അതിനു മുകളിലായി മംഗളവാർത്തയുടെ മനോഹരമായ ചിത്രീകരണവും ഉള്ളത്. ഈ ചെറിയ മുറിയുടെ ഇരുവശങ്ങളിലുമായി 100 കണക്കിന് വോറ്റയും മെഴുകുതിരികൾ തീർത്ഥാടകർ എപ്പോഴും കത്തിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, മെഴുകുതിരിയൊക്കെ കത്തിച്ചു, പിന്നെ അവിടുത്തെ ഹോളി വാട്ടർ കുടിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്കും വല്ലാത്തൊരു സമാധാനവും റിലാക്സേഷനും എന്താണെന്നറിയത്തില്ല, ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ സ്ലിപ്പർ ചാപ്പലിൽ പോയിട്ടില്ല. ഇതവിടുത്തെ ലേഡി ഷ്രൈൻ വാൽസിംഗം ചർച്ചാണ്.